ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീക്ക് ആൻഡ് PSC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന പോലീസ് ഡ്രൈവറിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ആ PDF ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ ഒത്തിരി സംശയങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്ത് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ തുടക്കമായിട്ട് ആരെങ്കിലും ഈ ഒരു എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണുക, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അപ്പോൾ ചോദിച്ച കുറച്ച് സംശയങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ അല്ല വന്നിരിക്കുന്നത്, PSC തീരുമാനമാണ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ എന്ന് വരും, ഏജ് ലിമിറ്റ് എത്രയായിരിക്കും, അതേപോലെ തന്നെ വനിതകൾക്കും അപേക്ഷിക്കാം. പോലീസ് ഡ്രൈവർ ആൻഡ് വുമൺ പോലീസ് ഡ്രൈവർ എന്ന് പറയുന്ന ഒറ്റ നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ വനിതകൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ വനിതകൾക്ക് പ്രത്യേക സംവരണം ഉണ്ടാകുമോ, അതേപോലെ തന്നെ ബോയ്സിൻ്റെ കൂടെ തന്നെ ആയിരിക്കും, അതല്ലാതെ പ്രത്യേക സംവരണങ്ങൾ ഉണ്ടാകുമോ, പിന്നെ നമ്മുടെ ഈ ഒരു അപ്ലൈ ചെയ്യാനായിട്ട് ഹെവി ലൈസൻസിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണോ, അതേപോലെ തന്നെ ഇപ്പോൾ ഹെവി ലൈസൻസ് ഇല്ലാത്തവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അതേപോലെ ഈ ഫയർമാൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പം വരും, നമ്മുടെ ഈ ഒരു പോലീസ് ഡ്രൈവറിൻ്റെ കട്ട് ഓഫ് എത്രയൊക്കെ ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല ജോയിൻ ചെയ്യുക. നമുക്ക് ഇതുപോലെ വരുന്ന അപ്ഡേറ്റുകളൊക്കെ ഏറ്റവും ആദ്യം അതിനകത്തായിരിക്കും ലഭിക്കുന്നത്. അതിന് ശേഷം മാത്രമേ വീഡിയോസ് ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ചാനൽ വഴിയും പറയും, വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയും പറയും. അപ്പം ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അത് ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പോലീസ് ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷനാണ്. കഴിഞ്ഞ വർഷത്തിന് മുമ്പ് വരെ പോലീസ് ഡ്രൈവറൊക്കെ 10th ക്ലാസ് ലെവൽ എന്നുള്ള രീതിയിലോട്ട് ഒരു സിലബസിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ മാറ്റി കറക്റ്റ് +2 സിലബസ് ആക്കി സാലറിയൊക്കെ പരിഷ്കരിച്ച് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ആ നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഇനി വരാനായിട്ടും പോകുന്നത്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പുതിയ വരുന്ന നോട്ടിഫിക്കേഷൻ ഏകദേശം തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ സംശയങ്ങളിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എപ്പം വരും, നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ എപ്പം വരും, നമുക്കിപ്പം തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഈ അടുത്ത മാസം ഡിസംബർ അവസാനമോ അല്ലെങ്കിൽ ജനുവരി ആദ്യമൊക്കെ ആയിട്ടോ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ളൊരു സാധ്യതയാണുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ ഒത്തിരി ലാഗായി പോകത്തില്ല. നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും. അതേപോലെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ എക്സാം നടത്തും, ഷോർട്ട് ലിസ്റ്റ് വരും, എല്ലാം ഇപ്പോൾ സ്പീഡപ്പ് ആണല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ ആരും പേടിക്കേണ്ട. ഈ വർഷം തന്നെ മാക്സിമം വരാനായിട്ട് സാധ്യതയുണ്ട്. പോയാലും അടുത്ത വർഷം ആദ്യം തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരും. പിന്നെ എല്ലാവരും സംശയം എന്ന് വെച്ചാൽ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് എത്രയാണെന്ന് വെച്ചാൽ 28 വയസ്സാണ്. 20 മിനിമം വരുന്നത്. ജനറൽ കാറ്റഗറിയുടെയാണ് പറയുന്നത്. ജനറൽ കാറ്റഗറിക്ക് മിനിമം എല്ലാവർക്കും 20 മിനിമം വയസ്സ് വരുന്നത്. മാക്സിമം വയസ്സ് ജനറൽ കാറ്റഗറിക്ക് 28 വരുന്നത്. SC STക്ക് 33, അതേപോലെ തന്നെ OBCക്ക് 31 വരുന്നത്. എക്സ് സർവീസ്മാന് ഈ പറയുന്ന സ്പെഷ്യലായിട്ടൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത്. അവർക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 41 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം ക്ലിയർ ആയല്ലോ, ഏജ് ലിമിറ്റിൻ്റെ കാര്യം ക്ലിയർ ആയല്ലോ. അതേപോലെ തന്നെ വനിതകൾക്കും അപ്ലൈ ചെയ്യാം. വനിതകൾക്ക് സ്പെഷ്യൽ സംവരണം ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റൊക്കെ വരുമ്പോഴത്തേന് എത്ര മാർക്കാണോ കട്ട് ഓഫ്, ആ ബോയ്സിനും ഗേൾസിനും ഒക്കെ ഒറ്റ കട്ട് ഓഫേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഗേൾസിന് കുറവൊന്നുമില്ല. ഈ ബോയ്സിനൊപ്പം തന്നെ പഠിച്ചാൽ മാത്രമേ ലിസ്റ്റിലോട്ട് ഇടം നേടാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ബോയ്സിനും ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ആയതുകൊണ്ട് ബോയ്സിനും ഗേൾസിനും ഒരേ കട്ട് ഓഫ് തന്നെ ആയിരിക്കും. കോമ്പറ്റീഷനിലൊന്നും വ്യത്യാസം വരുന്നില്ല. അവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ അവിടെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ലൈസൻസ് വേണം. എന്തിൻ്റെയാണ്? മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ് സ്പെഷ്യലായിട്ട് നോക്കണം. നമ്മുടെ സ്കൂട്ടർ ഓടിക്കാനായിട്ടുള്ള വിത്തൗട്ട് ഗിയർ പറ്റുകയില്ല, വിത്ത് ഗിയർ, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പെണ്ണുങ്ങൾക്കും അതേപോലെ തന്നെ വിത്ത് ഗിയർ വേണം. പിന്നെ നമ്മുടെ കാർ ഓടിക്കാനുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, പിന്നെ ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഡ്രൈവേഴ്സ് ബാഡ്ജ് ഒന്നും നോക്കണ്ട. നമ്മുടെ ട്രാൻസ് എന്ന് പറയുന്ന ഹെവി ലൈസൻസ്, അത് 3 വേണ്ടത്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ നേരത്തെ ആയിരുന്നു.
വരുന്നത്. അതിപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ലൈസൻസ് മാത്രം മതി. നമ്മൾ ഫ്രഷ് ആയിട്ടൊരു ലൈസൻസ് എടുത്താലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം നിലവിൽ ഇപ്പം സംശയം ചോദിച്ചാൽ നിലവിലില്ലാത്തവർക്ക് ഇപ്പോൾ ലൈസൻസ് എടുത്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. ഇപ്പം തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിനുള്ള കാര്യങ്ങൾ ചോദിച്ച് ബാഡ്ജും എഴുതി പെട്ടെന്ന് തന്നെ ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ഒരു ഹെവി ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് എടുത്തിട്ട് കാറിൻ്റെ ലൈസൻസ് എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കണം. അങ്ങനെ 1 വർഷം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഹെവി ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ലൈസൻസ് വീട്ടിൽ വരേണ്ട കാര്യമില്ല. നമ്മൾ ലൈസൻസ് ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ലൈസൻസിൻ്റെ നമ്പർ കിട്ടും. അത് വെച്ച് ഈ ഒരു പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇപ്പം നിലവിൽ ഹെവി ലൈസൻസ് ഇല്ലാത്തവർക്കും ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. PSC നടത്തുന്ന ടെസ്റ്റിൽ മാർക്കുണ്ട്. നമുക്കറിയാമല്ലോ 30 മാർക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ മാർക്ക്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ നമുക്ക് ഫുള്ളൊന്ന് പറയാം. നമ്മുടെ ആദ്യം വരുന്നത് OMR എക്സാമാണ്, ബ്രിട്ടൺ എക്സാമാണ് അല്ലേ. 100 മാർക്കിൻ്റെ ബ്രിട്ടൺ എക്സാമാണ്. അത് അതിൻ്റെ ഒരു കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫിൻ്റെ മേളിൽ വരുന്നവരെല്ലാം അതിനകത്ത് പാസ്സാകും. അതിനുശേഷം നമുക്കൊരു ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് നമ്മുടെ സാധാരണ പോലീസിൻ്റെ പോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ്. പക്ഷേ ഐറ്റംസിനൊക്കെ ഇച്ചിരി കൗണ്ട് കുറവും അതേപോലെ തന്നെ സമയം കൂടുതലും ഡിസ്റ്റൻസ് കുറവൊക്കെ തന്ന് ഒരു ഡ്രൈവറാണല്ലോ, ഡ്രൈവറിൻ്റെ ഒരു കുറവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റാണ്. ഫിസിക്കൽ ടെസ്റ്റിന് മാർക്കൊന്നുമില്ല. നമ്മൾ 5 ഐറ്റത്തിൽ പാസ്സാക്കണം. 8 ഐറ്റംസ് ഉണ്ട്. അതിൽ 5 ഐറ്റത്തിൽ പാസ്സായാൽ നമ്മളിത് പാസ്സാകും. അതിന് മാർക്കില്ല. പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റിന് 30 മാർക്കാണ് വരുന്നത്. റോഡ് ടെസ്റ്റും ഉണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ടെസ്റ്റ് അല്ല ടി ടെസ്റ്റും ഉണ്ട്. അപ്പം ടി ടെസ്റ്റിന് മാർക്കില്ല, റോഡ് ടെസ്റ്റിനാണ് മാർക്കുള്ളത്. ആ 30 മാർക്ക് കൂടെ കൂട്ടിയിട്ടാണ് ഫൈനലായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പം 130ലാണ് ഫൈനൽ മാർക്ക് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ OMR മാർക്കും മേടിക്കണം. അതേപോലെ തന്നെ ഡ്രൈവിങ്ങിൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് നല്ലൊരു ഇതിലോട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈറ്റ് വരുന്നത് സാധാരണ ബോയ്സിന് 168ഉം ഗേൾസിനാകുമ്പോൾ 157ഉമാണ് വരുന്നത്. SC STക്കാർക്ക് റിഡക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ആണുങ്ങൾക്ക് ചെസ്റ്റ് പറയുന്നുണ്ട് 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് പറയുന്നുണ്ട്. എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ സാധാരണ പോലെ തന്നെ. അതേപോലെ തന്നെ ഈ ഹൈറ്റിലൊക്കെ SC ST ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും 161ഉം ചെസ്റ്റ് 76ഉം ഒക്കെ പറയുന്നുണ്ട്. റിഡക്ഷനുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ 8 ഐറ്റംസ് വരുന്നത്. 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ബോൾ ത്രോ, റോപ്പ് ക്ലൈമ്പിങ്, പുള്ളപ്പ്, 500 മീറ്റർ റണ്ണ്. ഇത്ര ഐറ്റംസ് സാധാരണ പോലീസിനുള്ള പോലെ തന്നെ ഐറ്റംസാണ് വരുന്നത്. പക്ഷേ അളവിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. മറ്റേത് 14 സെക്കൻഡാണ്, ഇത് 13 സെക്കൻഡാണ്. അങ്ങനെ എല്ലാ ഐറ്റംസിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർക്കും. ഇത് ഈ ഒരു 6 മിനിറ്റ് 30 സെക്കൻഡാണ് ഇവിടെ വരുന്നത്. മറ്റേത് 5 മിനിറ്റ് 44 സെക്കൻഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ എല്ലാ ഐറ്റത്തിനും റിഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുക. ഫീമെയിൽസിന് സ്പെഷ്യലായിട്ട് വേറെ വരുന്നുണ്ട്. അവർക്ക് നമ്മുടെ ബോയ്സിന് ഐറ്റംസ് അല്ലാതെ ഈ പറയുന്ന ഷട്ടിൽ റേസും ഷോട്ട് പുട്ടിനൊക്കെ കിലോ കുറവുണ്ട്. അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി അത് കൂടാതെ 2 ഇതുണ്ട്. സ്കിപ്പിങ് ബോയ്സിനില്ല, ഗേൾസിന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഐറ്റം ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യമൊക്കെയാണ് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഡൗട്ടുകളെന്ന് കരുതുന്നു. പിന്നെ ഇതിൻ്റെ സിലബസ് വരുന്നത് അറിയാമല്ലോ, നമ്മുടെ ഡ്രൈവർ പാർട്ട് 30 മാർക്കിൻ്റെ നിയമങ്ങളും റെഗുലേഷനും റൂളും ഒക്കെ ആയിട്ട് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ നിയമങ്ങൾ 20 മാർക്ക്. ഈ നിയമത്തിന് മാറ്റം വന്നിട്ടുണ്ട്. IPC CRPC ഒക്കെ മാറിയിട്ട് പുതിയത് വരും. അപ്പോൾ ആ കാര്യവും കൂടെ ഉണ്ട്. ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പഴയ IPC ഒന്നും ഇനി പഠിക്കേണ്ട കാര്യമില്ല. ഇത്തവണ വരുമ്പോഴത്തേന് ഈ ഒരു സിലബസ് മാറാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം പഠിച്ചു തുടങ്ങുന്ന ഒരു ഡ്രൈവിംഗ് പാർട്ടും അതേപോലെ തന്നെ 50 മാർക്കിന് GK വരുന്നുണ്ടല്ലോ, അതൊക്കെ ആദ്യം പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ 20 മാർക്കിൻ്റെ കാര്യം പഠിച്ചു തുടങ്ങുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് അത് ഉടനെ തന്നെ ഈ സിലബസും പുറത്താകും. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പം ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത് നമ്മുടെ ഫയർമാൻ ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും വരുന്നതെന്ന്. കഴിഞ്ഞ വർഷം ഫയർമാൻ ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷനും എക്സാമും ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം വന്നത്. ഇത്തവണ പോലീസ് ഡ്രൈവറാണ് ആദ്യം വിളിച്ചിരിക്കുന്നത്. 1 മാസം 2 മാസം വ്യത്യാസം വരെ വരത്തുള്ളൂ. അതിനുശേഷം അത് കഴിയുമ്പം തന്നെ ഫയർമാൻ ഡ്രൈവർ വരും.
അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കൊക്കെ ചോദിച്ചാൽ കഴിഞ്ഞ തവണ 55 പോയിൻറ്റ് സംതിങ് ആണ് കട്ട് ഓഫ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇനി താഴോട്ട് പോകുമെന്നുള്ള കാര്യം ആരും പ്രതീക്ഷിക്കേണ്ട. ഇനിയുള്ള കട്ട് ഓഫുകൾ കൂടത്തുള്ള ഒരു 60 മാർക്കൊക്കെ ആയി, സേഫ് മാർക്കൊക്കെ 60, 55 പ്ലസ് മാർക്കിലോട്ടൊക്കെ പോകും. 60 മാർക്കൊക്കെ മേടിച്ചാലേ നമ്മളിനി സേഫ് ആകത്തുള്ളൂ. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ കട്ട് ഓഫ് കൂടുന്ന വേറെ ഒന്നും കൊണ്ടുമല്ല, കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്, അതൊരു വഴി. അതുമാത്രമല്ല ഷോർട്ട് ലിസ്റ്റ് എല്ലാം ചുരുക്കമാണ്. നമുക്ക് പണ്ട് 3000 പേര് 4000 പേരൊക്കെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നിടത്ത് ഇത്തവണ 600, 500 പേരൊക്കെയാണ് ഷോർട്ട് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ഓഫ് കുറയുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഷോർട്ട് ലിസ്റ്റിലുണ്ട്, റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. ഏകദേശം ഏറെക്കുറെ 90% എങ്കിലും നിയമനം നടക്കും. ആളുകൾ അത്രയും കുറവാണ് എടുക്കുന്നത്. അപ്പം ഇപ്പം തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ 50 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും പെട്ടെന്ന് പഠിച്ച് എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. GK എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് GK എന്നുള്ളൊരു പോർഷൻ പഠിച്ച് തീർക്കുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിനകത്തൊരു ഗുണമെന്ന് വെച്ചാൽ 50 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും 10 മാർക്കിൻ്റെ കണക്കും ഒക്കെ വരുന്നുണ്ട്. ഇതുകൂടാതെ അപ്പോൾ 60 മാർക്കിൻ്റെ തന്നെ നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്ന കണ്ടൻ്റ് ഉണ്ട്. ബാക്കിയാണ് GK ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനെ പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ നോക്കാൻ പറ്റുന്നതാണ് ഒരു എക്സാമാണ്. പിന്നെ ഇതിൻ്റെ ക്ലാസ്സസ്, നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ ഈ ഒരു നവംബർ മാസത്തിൽ LGSൻ്റെ എക്സാം നടക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് LGSൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ ഇതുകൂടെ ആകുമ്പോഴത്തേന് സിലബസ് രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് അല്ല. അപ്പോൾ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒത്തിരി ആളുകൾ എഴുതുന്നുണ്ട് LGS. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മാസം ക്ലാസ് എടുക്കാത്തത്. അടുത്ത മാസം നമ്മുടെ ഡിസംബറിൽ തന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ടിൽ തന്നെ നമ്മൾ ക്ലാസ്സസ് കഴിഞ്ഞ വർഷത്തെ പോലെ പ്രൊവൈഡ് ചെയ്യും, നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ക്ലാസ്സസ്. അപ്പോൾ അതേപോലെ തന്നെ സംശയം ചോദിക്കാനും അതേപോലെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഈ ഒരു അപ്ഡേറ്റ് അറിയാനും നമ്മളോട് സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലും അതേപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻ്റായിട്ട് അത് സംശയം ചോദിക്കുന്നതനുസരിച്ച് കമൻറ്റിന് റിപ്ലൈ ആയിട്ട് തന്നോളാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ. അതേപോലെ തന്നെ വേറൊരു കാര്യം മറന്നുപോയി, നമ്മുടെ കോപ്പറേറ്റീവ് ഡ്രൈവർ എക്സാം വരുന്നുണ്ട്. 10th ലെവൽ മോഡൽ LGS മോഡൽ വരുന്നുണ്ട്. അപ്പോൾ LGSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ആ ഒരു എക്സാം കൂടെ നോക്കുക. അതിൻ്റെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.